പാസ്റ്ററായത് ഭാഗ്യം, ഇല്ലെങ്കിൽ കിടന്നു പൊറുക്കാൻ പറ്റൂലായിരുന്നു. വിശദീകരിച്ചും പ്രതിരോധിച്ചും തള്ളിപ്പറഞ്ഞും തൂത്തെറിഞ്ഞും വിമർശിച്ചും ഒക്കെ പാടുവിട്ടുപോയേനെ. മത്സരിച്ച് മുസ്ലിം സംഘടനകൾ വിമർശിക്കേണ്ടി വന്നേനെ. പാണക്കാട് സാദിഖലി തങ്ങൾ പാവം ഹജ്ജ് കർമ്മത്തിനായി മക്കയിലാണെങ്കിലും അദ്ദേഹവും അവിടെ നിന്ന് വിമർശിക്കേണ്ടി വന്നേനെ. കുഞ്ഞാലിക്കുട്ടി സാറും വിമർശിക്കേണ്ടി വന്നേനെ. എന്ന് വേണ്ട സർവത്ര ആളുകളും വിമർശിച്ചില്ലെങ്കിൽ വിമർശിക്കാത്തവരുടെ പേര് നോക്കി പിന്നെ പലയിടങ്ങളിലും ചർച്ചയും വീഡിയോയും ഒക്കെ കാണേണ്ടി വന്നേനെ. ഇതിപ്പോൾ ഇത്ര പേരത്ത് പറയുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. സംഗതി എറണാകുളത്ത് പാസ്റ്റർമാർ സംഘടിപ്പിച്ച ഒരു വലിയ പ്രാർത്ഥനാ സദസ്സുണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ സദസ്സിൽ അവർ പാകിസ്ഥാൻ്റെ കൊടി വെച്ച് പ്രാർത്ഥിച്ചു. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചതാണ്. കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ കൊടിയും വെച്ചു. അതിന് BJPയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻറ്റ് പരാതി നൽകി. പരാതി കൊടുത്തപ്പോൾ തന്നെ മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയുള്ള കേസും ചുമത്തി. ആ സംഘടനയുടെ പേര് ജീസസ് ജനറേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. എറണാകുളത്ത് ഉദയംപേരൂരിലാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ 40 ദിവസമായി ഇവിടെ പ്രാർത്ഥനാ സദസ്സ് നടത്തി വരികയായിരുന്നു. ആ സദസ്സിൽ ലോക സമാധാനത്തിനും എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ കൊടിവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഉണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുമായി അടുപ്പമുള്ള വല്ല പിന്നെ എന്താ പറയുക, അഫ്ഗാനിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ താലിബാൻ്റെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെയോ ഒക്കെ കൊടി വെച്ചിട്ട് മനസ്സിൽ കരുതിയാൽ പോരെ. നെയ്യത്ത് ചെയ്യുക എന്ന് പറയും. ഈ മുസ്ലിങ്ങളുടെ ഭാഷയിലാണെങ്കിൽ നെയ്യത്തെന്ന് പറയും. നമ്മൾ ഈ പുറമേ എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ ഉള്ളിലെ നെയ്യത്തുണ്ടല്ലോ, ആ നെയ്യത്ത് ശരിയാക്കി അങ്ങ് ദുആ ചെയ്താൽ മതിയായിരുന്നു. ദീപു എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് ഇതിൻ്റെ സംഘാടകൻ. വാർത്ത പുറത്തു വന്നപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ കൊടി ചൈനയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 2 ശത്രുരാജ്യത്താണ് ഈ ദീപു എന്ന് പറയുന്ന പാസ്റ്റർ പോയി വാങ്ങിച്ചതെന്ന്. പാവം വില കുറച്ചപ്പോൾ ചൈനയുടെ സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് പുള്ളി എല്ലാ പതാകയും അവിടെ നിന്ന് വാങ്ങിച്ച് കാണും. എന്നിട്ട് ഈ പതാക കുത്തിവെച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ പതാകയും കുത്തിവെച്ച് പ്രാർത്ഥിച്ച്. അതാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കുന്നത്. ഏതായാലും ഇത് ഇദ്ദേഹം ആയതുകൊണ്ട് ഇനി അതിന് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളും ഒന്നും കുറ്റം പറയണമെന്നില്ല, എല്ലാവരും വിമർശിക്കണമെന്നില്ല, ഒന്നുമില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സെറ്റ് മുസ്ലിയാക്കന്മാരോടാണ്. മുസ്ലിയാക്കന്മാർ എവിടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പാകിസ്ഥാനിലെ മനുഷ്യർക്കെന്നോ പാകിസ്ഥാനെന്നോ ഒരു പേരുച്ചരിക്കാൻ പാടില്ല. ഉച്ചരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ പരിഹരിച്ചോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ പിന്തുണച്ച രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി ഒക്കെ പ്രാർത്ഥിക്കണം. വേണ്ടി വന്നാൽ ശശി തരൂരിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പിന്നെ അസദുദ്ദീൻ ഉവൈസിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹവും ദേശീയതയുടെ ഒരു ആൾ രൂപമായി ഇങ്ങനെ പ്രോജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തോണം. പോയി അപകടത്തിൽപ്പെടരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.